ഓം നമ ശിവായ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ ഒരു അറിവുണ്ട്. നിങ്ങൾക്കുള്ള ഈ അറിവുകൾ മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാകണമെന്നില്ല. ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അവർ അവരുടെ വേദനകൾ മാത്രമേ നോക്കുകയുള്ളൂ. ഈ ഒരു കാര്യം പ്രപഞ്ചനാഥനായ എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. മറ്റുള്ളവരുടെ ഒരു വേദനകളും അവർ കാണുന്നതുമില്ല. ഇവരുടെ വേദനകൾ കണ്ടാൽ പോലും ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുകയുമില്ല. മക്കളെ, ഈ ലോകത്ത് ഇങ്ങനെയും കുറച്ചു പേരുണ്ട്. അതായത് അവർ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാത്രമല്ല കാണുന്നത്, പ്രപഞ്ചത്ത് ഉള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാ വേദനകളും ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരം ആൾക്കാരും പ്രപഞ്ചത്ത് ഉണ്ട്. ഇപ്രകാരം ഒരു വ്യക്തി സ്നേഹം, മര്യാദ ഇവ മനുഷ്യന് കൊടുക്കുന്നതുപോലെ പക്ഷിമൃഗാദികൾക്കും അതേ സ്നേഹം തന്നെ, അതേ മര്യാദ അവർ കൊടുക്കുന്നു. ഇത്തരം ആൾക്കാർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകുന്നു. ഇത്തരം സ്വഭാവം നിങ്ങളുടെ മനസ്സിലും ഉണ്ട്. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പ്രപഞ്ചനാഥനായ ഞാൻ നിനക്ക് പ്രിയപ്പെട്ട വ്യക്തിയായി മാറിയത്. നിന്റെ മനസ്സിൽ എത്ര വലിയ ദുഃഖങ്ങളുണ്ടായാലും നീ എന്ന വ്യക്തി മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കുന്നു. ആ ദുഃഖങ്ങൾ നിന്റെയും ദുഃഖങ്ങളാണെന്ന് നീ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഹൃദയം വളരെ പവിത്രവും നിഷ്കളങ്കവും ആയതുകൊണ്ടാണ് എല്ലാവരെയും സഹായിക്കണം എന്ന മനസ്സ് നിനക്കുള്ളത്. മക്കളെ, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ തന്നെ ഇരിക്കുക. മറ്റുള്ള വ്യക്തികളുടെ ഉപദേശം കേട്ടിട്ട് ഒരിക്കലും നിങ്ങളുടെ ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്തരുത്. നിനക്ക് അറിയില്ല നിന്റെ ഈ സ്വഭാവം കൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന്. നീ ചെയ്യുന്ന ഓരോ കർമ്മവും വളരെ പുണ്യകർമ്മങ്ങളാണ്. നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, നിങ്ങളുടെ ദയയുള്ള ഈ സ്വഭാവം കൊണ്ട് കഴിയും വിധം മറ്റുള്ളവരെ സഹായിക്കുക. മക്കളെ, പുണ്യകർമ്മങ്ങൾ ചെയ്തു ജീവിതത്തിൽ മുന്നോട്ടു പോവുക. എന്റെ അനുഗ്രഹവും ആശീർവാദവും സംരക്ഷണവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്.